IPL ഓപ്ഷന് ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഈ മാസം 24-25 തീയതികളിലാണ് ലേലവിളി നടക്കുന്നത്. എല്ലാവരും വലിയ ആകാംക്ഷയോട് കൂടിയാണ് ലേലത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇതിനോടകം തന്നെ ടീമുകൾ തങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന താരങ്ങളെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓരോ ടീമുകൾക്കും ടാർഗറ്റ് പ്ലേയേഴ്സ് ഉണ്ട്. ലേലത്തിൽ അവർ നോക്കി വെച്ച താരങ്ങളെ ആയിരിക്കും കൂടുതലും വാങ്ങാൻ പോകുന്നത്. എല്ലാവർക്കും അവരുടെ പ്ലാൻ ഉണ്ട്. ഇപ്പോഴിതാ രാജസ്ഥാന്റെ ടാർഗറ്റ് ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. വമ്പൻ താരങ്ങളാണ് രാജസ്ഥാനിലേക്ക് വരുന്നത്. സഞ്ജുവിന് അടുത്ത പ്രാവശ്യം ലോട്ടറി തന്നെയാണ്. ഒരുപക്ഷെ അടുത്ത കൊല്ലം രാജസ്ഥാൻ ടീം കപ്പ് നേടാനുള്ള സാധ്യതയുണ്ട്. ബട്ട്ലർക്ക് പകരം വമ്പൻ താരത്തെയാണ് രാജസ്ഥാൻ നോക്കുന്നത്. അപ്പോൾ രാജസ്ഥാന്റെ ടാർഗറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ ആദ്യമായിട്ട് അവരുടെ ഓപ്പണർ ബട്ട്ലർക്ക് പകരം ഒരു താരത്തെയാണ് നോക്കുന്നത്. അത് ചിലപ്പോൾ ഡുപ്ലസി ആകാൻ സാധ്യതയുണ്ട്. ഡുപ്ലസി മികച്ചൊരു പ്ലെയറാണ്. അല്ലെങ്കിൽ പിന്നെ ആ സ്ഥാനത്തേക്ക് രാഹുലിനെ നോക്കും. അടുത്തൊരു ടാർഗറ്റ് ട്രെൻഡ് ബോൾട്ട് തന്നെയാണ്. അവര് റിലീസ് ചെയ്ത ബോൾട്ടിനെ തിരിച്ചു വിളിക്കുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ബോൾട്ട് ഇല്ലാതെ രാജസ്ഥാന്റെ ബൗളിംഗ് പട പൂർണ്ണമാവില്ല. അടുത്തത് സ്പിൻ താരമായ യുസ്വേന്ദ്ര ചഹലിനെയും രാജസ്ഥാൻ തിരിച്ചു വിളിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത താരം മാക്സ്വെൽ ആണ്. RCB ഇപ്രാവശ്യം റിലീസ് ചെയ്ത താരമാണ് മാക്സ്വെലിനെ രാജസ്ഥാൻ വാങ്ങിയേക്കും. മിഡിൽ ഓർഡറിൽ മാക്സ്വെൽ ഉണ്ടെങ്കിൽ അത് രാജസ്ഥാന് കരുത്താണ്. അതുപോലെ ബൗളിങ്ങിലെ സൂപ്പർ താരമായ മിച്ചൽ സ്റ്റാർക്കിനെ രാജസ്ഥാൻ വാങ്ങിയേക്കും. കൂടുതൽ താരങ്ങളെ രാജസ്ഥാനെ വാങ്ങാൻ സാധിക്കില്ല. കാരണം രാജസ്ഥാന്റെ പേഴ്സിൽ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ പൈസയുള്ളത് പഞ്ചാബിനാണ്. 100 കോടിക്ക് മുകളിൽ പഞ്ചാബിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് IPL ഓപ്ഷൻ പഞ്ചാബ് തീരുമാനിക്കുന്നത് പോലെയായിരിക്കും നടക്കാൻ പോകുന്നത്. അവരെ ഒരു താരത്തെ ടാർഗറ്റ് ചെയ്താൽ ബാക്കി ഒരു ടീമിനും ആ താരത്തെ കിട്ടില്ല. നിലവിൽ രാജസ്ഥാന്റെ ടാർഗറ്റ് ലിസ്റ്റ് മികച്ചതാണ്. ഇനിയും ഒരുപാട് യുവതാരങ്ങളെ രാജസ്ഥാൻ നോട്ടമിട്ടിട്ടുണ്ട്. അതുപോലെ CSKയുടെ സൂപ്പർ താരം രജിൻ രവീന്ദ്രയും രാജസ്ഥാൻ നോട്ടമിട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത IPL ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.